ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 20-ാം വാക്യം. പിശാചുകൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. സ്നേഹിതരെ, നമ്മുടെയൊക്കെ സന്തോഷങ്ങൾ വളരെ വളരെ നൈമിഷികമായി പോകുന്നു എന്നുള്ളതാണ് സങ്കടം. ഇവിടെയുള്ള ചെപ്പടി കാര്യങ്ങളിൽ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ജീവിതങ്ങളായി നമ്മുടെ ജീവിതം തരം താഴാൻ പാടില്ല. സ്നേഹിതരെ, ഇവിടെ ഒരു ജീവിതത്തിനപ്പുറത്ത് മറ്റൊരു ജീവിതമുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഒരു ജീവിതം താൽക്കാലികമാണ്. സ്വർഗം ലക്ഷ്യം വെച്ചുള്ള ജീവിതമാണ് നമ്മുടേത്. ഇവിടെ അത്ഭുതങ്ങൾ, പിശാച് എനിക്ക് കീഴ്പ്പെടുന്നു എന്നുള്ളതല്ല ഒരു ശിഷ്യൻ്റെ സന്തോഷം. ഒരു ശിഷ്യൻ, ക്രിസ്തു ശിഷ്യൻ്റെ സന്തോഷം ഈ ഭൂമിയിൽ നിറഞ്ഞതല്ല, ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടതുമല്ല, മറിച്ച് അവൻ്റെ പേര് സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ശിഷ്യനെ ശിഷ്യനാക്കി മാറ്റുന്നത്. ദൈവത്തിനുമുമ്പിൽ ഒരു ക്രൈസ്തവനെ വിലപ്പെട്ടതാക്കി മാറ്റുന്നത് അറിയാമോ? അവൻ ഇവിടെയുള്ള ജീവിതം, ഈ ഭൂമിയിലുള്ള ജീവിതം സ്വർഗത്തിൽ രജിസ്റ്ററിൽ പേരെഴുതപ്പെടാൻ തക്കവണ്ണമുള്ള ജീവിതമായിരുന്നോ എന്നുള്ളതാണ്. ഈ ഭൂമിയുടെ ജീവിതം ഒരായുസ്, അത് എത്രയും ആയിക്കൊള്ളട്ടെ, 50 ആയിക്കൊള്ളട്ടെ, 60 ആയിക്കൊള്ളട്ടെ, 10 ആയിക്കൊള്ളട്ടെ, 90 ആയിക്കൊള്ളട്ടെ, ഈ ജീവിതം നിന്നെ സഹായിച്ചോ? സ്വർഗത്തിൽ പേരെഴുതി ചേർക്കാൻ ഈ ഭൂമിയിലുള്ള ജീവിതം നിന്നെ സഹായിച്ചില്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം പാഴായിപ്പോയില്ലേ? ഈ ഭൂമി ജീവിതം സ്വർഗത്തിൻ്റെ രജിസ്റ്ററിൽ പേരെഴുതി ചേർക്കപ്പെടാൻ ഉതകുമാറ്, സഹായിക്കുമാറുള്ള ജീവിതമായി മാറട്ടെ. സ്വർഗത്തിൽ സ്ഥാനം ലഭിക്കുന്നു എന്നുള്ളതാവണം നമ്മുടെ സന്തോഷം. അതിൽ കുറഞ്ഞൊരു സന്തോഷത്തെ താലോലിക്കരുത്. അതിൽ കുറഞ്ഞൊരു സന്തോഷം ക്രൈസ്തവന് സന്തോഷമല്ല. ബാക്കിയുള്ളതൊന്നും നൈമിഷികമാണ്, ബാക്കിയുള്ളതൊന്നും ഗൗരവത്തിൽ എടുക്കരുത്. അതിൽ കുറഞ്ഞതൊന്ന് സീരിയസ് ആയി എടുക്കുന്ന ക്രിസ്തു ശിഷ്യൻ ഇടയ്ക്ക് വീണു പോകും. ചെറിയ മുത്തിലും പവിടത്തിലും ഒന്ന് വീണു പോകരുത്. സ്വർഗം എന്നതാവണം നമ്മുടെ ലക്ഷ്യം. സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ക്രൈസ്തവൻ യാത്ര ചെയ്യട്ടെ. നമുക്ക് ചേർന്ന് പറയാം, സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ആമേൻ.